ആരുമില്ലാത്തൊരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരച്ഛനും മകളും. എന്നാൽ ഒരു ദിവസം കടലിലേക്ക് പോയ ആ പെൺകുട്ടിയുടെ അച്ഛൻ തിരിച്ചു വന്നില്ല. ആകെ ഒറ്റപ്പെട്ടുപോയ ആ പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിലെ ഹീറോ വന്ന് അവളെ രക്ഷിക്കുമെന്ന് കരുതി അവൾ കാത്തിരുന്നു. അതിനുശേഷം അവളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായി മൂവിയിലേക്ക് കിടക്കാം. നിം എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ വോയിസ് ഓവറിലാണ് ഈ കഥ തുടങ്ങുന്നത്. എന്റെ പേര് നിം എന്നാണ്. എന്റെ അമ്മയെക്കുറിച്ച് എന്റെ അച്ഛൻ ഒരുപാട് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ അമ്മ കടലിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് നിം എന്ന് പേരിട്ടതും എന്റെ അമ്മയാണ്. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി എന്റെ കൂടെയുള്ളത് അമ്മയെക്കുറിച്ചുള്ള കുറച്ച് കഥകൾ മാത്രമാണ്. ഒരിക്കൽ എന്റെ അമ്മ തിമിംഗലത്തെ കുറിച്ച് പഠിക്കാനായി നേരെ കടലിലേക്ക് പോയി. അമ്മ വിചാരിച്ചതുപോലെ തന്നെ വലിയൊരു തിമിംഗലത്തെ കണ്ടുപിടിച്ചു. പെട്ടെന്നാണ് ഒരു കപ്പൽ അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ട് പേടിച്ചുപോയ ആ തിമിംഗലം ബോട്ടിലിരുന്ന എന്റെ അമ്മയെ ബോട്ടോട് കൂടി ചേർത്ത് വിഴുങ്ങി. അതിനുശേഷം ഞാനും എന്റെ അച്ഛനും കൂടി ചേർന്ന് ആ തിമിംഗലത്തെ തേടാൻ തുടങ്ങി. എത്ര വർഷമായാലും ശരി, ഒരിക്കൽ ആ തിമിംഗലം അമ്മയെ തിരിച്ചു തരുമെന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അമ്മയെ തിരിഞ്ഞ് ഞങ്ങൾ കടലിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദ്വീപ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എന്റെ അച്ഛൻ ആ ഐലൻഡിന് നിംസ് ഐലൻഡ് എന്ന് എന്റെ പേര് തന്നെ വെച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഈ ദ്വീപാണ് എന്റെ വീട്. എനിക്കിവിടെ താമസിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കാരണം സ്കൂളിൽ പോകണ്ട, ഹോംവർക്ക് എഴുതണ്ട, ഒരു ജോലിയും ചെയ്യണ്ട. അത് മാത്രമല്ല എനിക്കിവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇവന്റെ പേരാണ് സെൽക്കി. സെൽക്കി ഒരു കടൽ ജീവിയാണ്. സെൽക്കിയുടെ പുറത്തു കയറിയിരുന്ന് ഞാൻ കടലിന്റെ അടിയിലോട്ടൊക്കെ പോകാറുണ്ട്. അത്രയ്ക്ക് ക്ലോസ് ആണ് ഞങ്ങൾ. അത് മാത്രവുമല്ല എന്നെ നീന്തൽ പഠിപ്പിച്ചത് സെൽക്കിയാണ്. പിന്നെ എന്റെ പിന്നാലെ പറന്നു വരുന്നത് ഇവന്റെ പേര് ഗലീലിയോ. മീൻ പിടിക്കാൻ ഇവനെ തോൽപ്പിക്കാൻ ആരുമില്ല. എനിക്ക് എപ്പോഴും മീനെ പിടിച്ചു തരുന്നത് ഇവനാണ്. അത് മാത്രമല്ല ചിക്ക എന്ന് പേരുള്ള ഒരു കടലാമയും ഫ്രെഡ് എന്ന് പേരുള്ള ഒരു ഓന്തും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എനിക്ക് എപ്പോഴൊക്കെ ബോറടിച്ചാലും അച്ഛൻ വാങ്ങിച്ചു തന്ന കഥ ബുക്കാണ് ഞാൻ വായിക്കാറുള്ളത്. ആ ബുക്കിലെ കഥയൊക്കെ വായിച്ച് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഞാൻ ആ കഥയ്ക്കുള്ളിലേക്ക് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതാണ് എന്റെ അച്ഛൻ ജാക്ക്. അമ്മയെ പോലെ തന്നെ എന്റെ അച്ഛനും കടലിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ആരുമില്ലാത്ത ഒരു ദ്വീപിലാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും സോളാർ ഉപയോഗിച്ച് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇന്റർനെറ്റും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്റെ വീടിന്റെ മുകളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കടൽ മുഴുവൻ എനിക്ക് കാണാൻ സാധിക്കും. 2-3 മാസത്തിലൊരിക്കൽ ഒരു ചരക്ക് കപ്പൽ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ആ കപ്പലിൽ നിന്നാണ് ഞങ്ങൾ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ ആ കപ്പലിലെ ക്യാപ്റ്റനെ പോലും ഞങ്ങൾ ഈ ദ്വീപിൽ കയറ്റാറില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒരു ബോട്ട് എടുത്തുകൊണ്ട് പോയി നടുകടലിൽ വെച്ചാണ് ആ കപ്പലിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. കാരണം ഇത് ഞങ്ങളുടെ ദ്വീപാണ്. ഞങ്ങളല്ലാതെ മറ്റാരും ഇങ്ങോട്ടേക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വോയിസ് ഓവർ അവിടെ അവസാനിച്ചു. ഇപ്പോൾ ആ കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ നായകനും അവന്റെ മകളും കൂടി ചേർന്ന് തുറന്നു നോക്കുവാണ്. അച്ഛാ അതേ നോക്കിക്കേ, അലക്സ് ഓവറിന്റെ പുതിയ അഡ്വഞ്ചർ ബുക്ക്. ഈ ബുക്കിന് വേണ്ടി ഞാൻ എത്ര നാളെ വെയിറ്റിംഗ് ആയിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നേരെ അവളുടെ ബെഡിൽ പോയി കിടന്ന് ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. എപ്പോഴത്തെയും പോലെ തന്നെ അവൾ ആ കഥ വായിച്ച് വായിച്ച് കഥയ്ക്കുള്ളിലേക്ക് പോയി. അലക്സ് ഓവർ എന്നത് അവൾ വായിക്കുന്ന ആ കഥയിലെ നായകന്റെ പേരായിരുന്നു. കുറച്ച് ആൾക്കാർ അലക്സിനെ കണ്ണുകെട്ടി ഒരു ഒട്ടകത്തിന്റെ പുറത്തിരുത്തി അവനെ കൊല്ലാനായി കൊണ്ടുപോകുവാണ്. എന്നാൽ അലക്സ് പെട്ടെന്ന് ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ചാടിയിറങ്ങി കണ്ണിലെ കെട്ടുപോലും അഴിക്കാതെ അവിടെയുള്ള എല്ലാവരെയും അടിച്ചു താഴെയിട്ടു. എന്നിട്ട് അവൻ പതിയെ കണ്ണിലെ കെട്ടഴിച്ച് നോക്കിപ്പിടുത അവന്റെ അടുത്തുണ്ടായിരുന്ന ആ ഒട്ടകം രക്ഷപ്പെട്ട് ഓടിപ്പോയി. എന്തായാലും അവൾ വായിച്ചുകൊണ്ടിരുന്ന കഥ അവിടെ വെച്ച് അവൾ നിർത്തി. അപ്പോഴേക്ക് സമയം രാത്രിയായി. മതി കഥ വായിച്ചത്, ഇനി കിടന്ന് ഉറങ്ങാൻ നോക്കെന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ വന്ന് അവളെ കിടത്തി ഉറക്കി. പിന്നീട് കാണിക്കുന്നത് ആരോ ഒരാൾ കമ്പ്യൂട്ടറിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഒരു ചിലന്തി വന്നതും അതിനെ കണ്ട് പേടിച്ചവർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഇവരാണ് നമ്മുടെ സിനിമയിലെ നായിക അലക്സാൻഡ്ര ഓവർ. ഇവരുടെ പേര് ചുരുക്കി അലക്സ് ഓവർ ആക്കിയാണ് ഇവരെഴുതിക്കൊണ്ടിരിക്കുന്ന കഥയിലെ ക്യാരക്ടറിന് കൊടുത്തേക്കുന്നത്. 6 മാസത്തിൽ ഒരു ബുക്ക് എന്ന രീതിയിലാണ് അലക്സ് ഓവറിന്റെ കഥ ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കഥയിലെ അലക്സ് ഓവറിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഇവർ. ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ല പേടിയാണ്. എന്തിന് ഇവൾ വീടിന് പുറത്തിറങ്ങിയിട്ട് തന്നെ ഏകദേശം 4 വർഷമായി. ഇവർ അടുത്തതായി എഴുതാൻ പോകുന്ന അലക്സ് ഓവറിന്റെ കഥയ്ക്ക് എന്ത് ക്ലൈമാക്സ് വെക്കണമെന്ന് ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. അലക്സ് ഓവറിനെ കുറച്ച് കാട്ടുവാസികൾ പിടിച്ചുകൊണ്ടുപോയി ഒരു അഗ്നിപർവ്വതത്തിലേക്ക് എറിയുന്നത് വരെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇവർക്ക് യാതൊരു ഐഡിയയുമില്ല. അതിനു മുമ്പ് അഗ്നിപർവ്വതത്തെ പറ്റി നല്ല റിസർച്ച് നടത്താം, എന്നിട്ട് കഥയുടെ ക്ലൈമാക്സ് എഴുതാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ഗൂഗിളിൽ കയറി അഗ്നിപർവ്വതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നായകൻ അവന്റെ ഐലൻഡിലുള്ള ഒരു അഗ്നിപർവ്വതത്തെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിൾ അവൾ വായിക്കുന്നത്. ഇതേ സമയം നിമ്മയുടെ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം കടൽക്കരയിലൂടെ ഓടി കളിക്കുവാണ്. അപ്പോഴാണ് അവളുടെ അച്ഛൻ കടലിലേക്ക് പോകാൻ റെഡിയാകുന്നത് അവൾ കാണുന്നത്. അച്ഛൻ കടലിലേക്ക് പോകുവാണോ? അതെ, ഞാൻ കടലിലേക്ക് പോകുക. കടലിൽ നിന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് പഠിക്കണം. നീയും എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇല്ല അച്ഛാ, ഞാൻ വരുന്നില്ല. ചിക്കയുടെ മുട്ടയെല്ലാം ഏകദേശം വിരിയാറായി ഇരിക്കുവാണ്. കഴിഞ്ഞ വർഷം ഞാനും ശ്രദ്ധിക്കാത്തത് കൊണ്ട് എല്ലാ ആമക്കുഞ്ഞുങ്ങളും മരിച്ചുപോയി. അതുകൊണ്ട് ഇത്തവണ എനിക്ക് എല്ലാവരും രക്ഷിക്കണം. അതുകൊണ്ട് അച്ഛൻ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. ശരി, എന്നാ നീ വരണ്ട, ഞാൻ പോകുക. ഞാൻ തിരിച്ചു വരാൻ ചിലപ്പോൾ 2 ദിവസമെങ്കിലും എടുക്കും. നീ സേഫ് ആയിട്ടിരിക്കണം കേട്ടോ.
എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അച്ഛൻ ബോട്ടും എടുത്ത് നേരെ കടലിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രിയായതും നിമ്മ് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുവാണ്. കുറച്ചു കഴിഞ്ഞ് അവൾ നേരെ വീട്ടിലേക്ക് ചെന്നപ്പോഴുതാ അവളുടെ അച്ഛന്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു മെയിൽ വന്നു. എന്താണ് മെയിൽ എന്നറിയാൻ വേണ്ടി നിം ആ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കി. ഞാൻ എഴുതുന്ന ഒരു കഥയ്ക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞ് നായിക അയച്ച മെയിലായിരുന്നു അത്. എന്നാൽ മെയിൽ ഐ ഡിയിൽ അലക്സോവർ എന്ന പേര് കണ്ടതും നിമ്മിന് ഒരുപാട് സന്തോഷമായി. കാരണം നിമ്മ് വിചാരിച്ചത് അവളുടെ കഥയിലെ ക്യാരക്ടറായ അലക്സോവർ ആണ് മെയിൽ അയച്ചതെന്നാണ്. അതുകൊണ്ട് അവൾ നായികയ്ക്ക് റിപ്ലൈ അയക്കാൻ തുടങ്ങി. ജാക്ക് ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്, 2 ദിവസമെങ്കിലും എടുക്കും തിരിച്ചു വരാൻ. ഞാനും ജാക്കും നിങ്ങളുടെ വലിയൊരു ഫാനാണെന്നും പറഞ്ഞ് നിം നായികയ്ക്ക് മെയിൽ അയച്ചു. എന്നാൽ നായിക ആ മെയിൽ വായിച്ചിട്ട് വിചാരിച്ചത് നിമ്മ് ജാക്കിന്റെ അസിസ്റ്റന്റ് ആണെന്നാണ്. നിങ്ങളിരിക്കുന്ന ആ ഒരു ദ്വീപിൽ ഒരു അഗ്നിപർവ്വതം ഉണ്ടെന്ന് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചു, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ച് നായിക ഒരു മെയിൽ തിരിച്ചയച്ചു. അപ്പോഴാണ് പെട്ടെന്ന് നായികയുടെ അടുത്തേക്ക് അലക്സോവർ എന്ന അവളുടെ കഥയിലെ ക്യാരക്ടർ വരുന്നത്. സത്യത്തിൽ ഈ ക്യാരക്ടർ ഒരു യഥാർത്ഥ മനുഷ്യനൊന്നുമല്ല. നായിക എപ്പോഴും ഒറ്റയ്ക്കുള്ളത് കൊണ്ട് അലക്സോവർ ക്യാരക്ടർ അവളുടെ അടുത്തൊന്നും സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നാറുണ്ട്. അതായത് നായികയുടെ വെറും ഇമാജിനേഷൻ മാത്രമാണ് ഈ അലക്സോവർ. നമ്മുടെ കഥ അവസാനിപ്പിക്കേണ്ട സമയമായി. ആ അഗ്നിപർവ്വതത്തിൽ വീണ് ഞാൻ മരിക്കുന്നതായിട്ട് നിനക്ക് ആ കഥയങ്ങ് അവസാനിപ്പിച്ചൂടെ? അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തോളാം. ഇതേ സമയം നിമ്മയുടെ കയ്യിൽ ഒരു ലൈറ്റും പിടിച്ചുകൊണ്ട് കടൽക്കരയിലേക്ക് ഓടുവാണ്. അവളുടെ ഫ്രണ്ടായ ആ ചിക്കയിലെ ആ കടലാമ, അതിന്റെ മുട്ട വിരിഞ്ഞ് 6 കുട്ടിയമ്മകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു. അതിനെ എല്ലാത്തിനെയും അവൾ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. അന്ന് രാത്രിയായിരുന്നു നായകൻ റേഡിയോ വഴി നിമ്മിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുവാണ്, നീയും എന്റെ കൂടെ വരണമായിരുന്നു. ഈ കടൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? അത് കേട്ടത് നിമ്മു പറഞ്ഞു, ചിക്കയുടെ മുട്ട വിരിഞ്ഞ് 6 കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നെന്നും പറഞ്ഞ് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് രണ്ടുപേരും കോള് കട്ട് ചെയ്തു. പെട്ടെന്നാണ് കടൽ ശക്തമായി കാറ്റടിക്കുന്നത്. കാറ്റ് മാത്രമല്ല അതിന്റെ കൂടെ ശക്തിയായി മഴയും പെയ്യാൻ തുടങ്ങി. അവൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു വലിയ തിരമാല വന്ന് അവന്റെ ബോട്ട് തകർത്തു. ഇതേ സമയം ഐലൻഡിൽ നിമ്മ് സമാധാനമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയും ശക്തമായി കാറ്റടിക്കുന്നത്. കാറ്റ് മാത്രമല്ല നല്ല മഴയും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിമ്മാകെ പേടിച്ചു വിറച്ച് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു മൂലയിൽ ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും അവൾ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോഴുതാ കാറ്റടിച്ച് അവളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ആകെ നശിച്ചു കിടക്കുന്നു. നേരെ ചെന്ന് അവൾ കമ്പ്യൂട്ടർ ഓണാക്കാൻ നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് പവർ സപ്ലൈ ഇല്ലെന്ന്. പതിയെ അവൾ വീടിന്റെ മുകളിലേക്ക് കയറി സോളാർ പാനൽ മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് വന്ന് അവൾ സ്വിച്ച് ഇട്ട് നോക്കിയപ്പോഴുതാ കറണ്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അവൾ സാറ്റലൈറ്റ് ഫോൺ മൂലം അവളുടെ അച്ഛനെ കോൾ ചെയ്ത് നോക്കുവാണ്. എന്നാൽ അവൾ എത്ര ട്രൈ ചെയ്തിട്ടും കോള് കണക്ട് ആവുന്നില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന അവളുടെ ഗലീലിയോ അവിടുന്ന് കടലിലേക്ക് പറന്നു പോകുവാണ്. എന്നാൽ ഇതേ സമയം നായകന്റെ കയ്യിലുണ്ടായിരുന്ന ആ സിഗ്നൽ റിസീവർ ഇപ്പോൾ കടലിനടിയിൽ കിടക്കുവാണ്. അപ്പോഴേക്കും ഗലീലിയോ കടലിലൂടെ പറന്നുപോയി നായകന്റെ ബോട്ട് എവിടെയെന്ന് കണ്ടുപിടിച്ചു. പതിയെ അവൻ ആ ബോട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോഴുതാ നായകൻ അതിനകത്ത് ബോധം കെട്ട് കിടക്കുന്നു. ഗലീലിയോ അവന്റെ ഒരു സൗണ്ട് ഉണ്ടാക്കിയതും നായകൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പോഴാണ് അവന് മനസ്സിലായത് അവന്റെ ബോട്ട് തകർന്ന് വെള്ളം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുവാണെന്ന്. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വെള്ളം കയറിക്കൊണ്ടിരുന്ന ബോട്ടിലെ ഹോളൊക്കെ അവൻ ഒരുവിധം അടച്ചു വെച്ചു. എന്നിട്ട് അവൻ പതിയെ ബോട്ടിന് മുകളിലേക്ക് ചെന്നു. എന്നാൽ ഇപ്പോൾ അവൻ എവിടെയാണുള്ളതെന്ന് യാതൊരു ഐഡിയയുമില്ല. ബോട്ടും ഇനി സ്റ്റാർട്ടാവില്ല, കാരണം അത് ഫുൾ ഡാമേജ് ആയിരിക്കുവാണ്. എങ്കിലും അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു മോട്ടർ ഉണ്ടാക്കിയെടുത്ത് ബോട്ടിലുണ്ടായിരുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് അടിച്ച് കളയാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ അവന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മീനെ പിടിക്കാമെന്ന് കരുതി അവൻ നേരെ കടലിലേക്ക് ചാടി. എന്നാൽ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു മീനിനെ അവൻ പിടിക്കാനായി വന്നതും ഗലീലിയോ ആ മീനിനെ വന്ന് പിടിച്ചോണ്ടുപോയി. എന്നാൽ ഇത് കണ്ട നായകൻ വെള്ളത്തിന് മുകളിലേക്ക് വന്ന് പറഞ്ഞു, ആ മീൻ എനിക്കുള്ളതാ, ഞാൻ അതിനെ ആദ്യം കണ്ടത്. അത് കേട്ടതും ഗലീലിയോ ആ മീനെടുത്ത് നേരെ അവന്റെ ബോട്ടിലേക്ക് എറിഞ്ഞു. അത് കണ്ട നായകൻ പതിയെ ബോട്ടിലേക്ക് കയറി നോക്കിയപ്പെടുത്ത ഗലീലിയോ അവന് വേണ്ടി ഒരുപാട് മീനുകളെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും നായകന് ചെറിയൊരു ഡൗട്ട് തോന്നി. സത്യം പറ, ആരാ നീ? എന്റെ മകൾ നിമ്മിന്റെ ഫ്രണ്ടാണല്ലേ നീ? പെട്ടെന്നാണ് ഒരു ഷാർക്ക് അങ്ങോട്ടേക്ക് വന്ന് അവന്റെ ബോട്ട് ആക്രമിക്കുന്നത്. അതോടെ അവൻ കഷ്ടപ്പെട്ട് അടച്ചു വെച്ചിരുന്ന ആ ഹോളെല്ലാം തകർത്തുകൊണ്ട് വീണ്ടും വെള്ളം ശക്തിയായി ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. അത് കണ്ട നായകൻ വീണ്ടും ആ ഹോളൊക്കെ അടയ്ക്കാനായി ശ്രമിക്കുവാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ സമയം രാത്രിയായിട്ടും നിമ്മിന് ഒട്ടും ഉറക്കം വന്നില്ല. അവളുടെ അച്ഛനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. കുറച്ചുനേരം ക്യാമ്പ് ഫയർ ഒക്കെ കൂട്ടിയിട്ടിരുന്നിട്ട് നേരെ അവൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നായിക അയച്ച ആ ഒരു മെയിൽ അവൾ കാണുന്നത്. നായിക ചോദിച്ചത് ആ അഗ്നിപർവ്വതത്തിനെ കുറിച്ചായിരുന്നു. അത് വായിച്ചതും അവൾ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. അതെ, ഞങ്ങളുടെ ഈ ഐലൻഡിൽ ഒരു അഗ്നിപർവ്വതമുണ്ട്. ആ മെയിൽ നായിക വായിച്ചതും അവള് അതിനും റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ശരിക്കും ആ അഗ്നിപർവ്വതത്തിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് വേണ്ടി ഒന്ന് നോക്കിയിട്ട് പറയാമോ? അതിൽ ഇപ്പോഴും ലാവ തിളയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നീ എനിക്ക് വേണ്ടി ഒന്ന് നോക്കിയിട്ട് പറയണം. അങ്ങനെ ഈ മെയിൽ വായിച്ചു കഴിഞ്ഞതും വലിയൊരു കയറൊക്കെ എടുത്ത് തൊപ്പിയും ഇട്ടുകൊണ്ടവൾ ആ അഗ്നിപർവ്വതത്തിൽ എന്താ ഉള്ളതെന്ന് നോക്കാനായി പോകുവാണ്. പതിയെ കല്ലിലൊക്കെ പിടിച്ചവൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടവൾ ആ അഗ്നിപർവ്വതത്തിന്റെ മുകളിലെത്തി. എന്നാൽ അവൾ അതിനകത്തേക്ക് നോക്കിയപ്പെടുത്ത അവിടെ ലാവയൊന്നുമില്ല. എല്ലാം അണഞ്ഞ് വെറും ഒരു കല്ലായി മാറി
മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്ഥലത്തുനിന്ന് മാത്രം ചെറുതായി പുക വരുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അലക്സോവറിന് മെയിലയക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടവൾ പതിയെ ആ മലയിലൂടെ പിടിച്ചവൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ താഴെ എത്താറായതും പെട്ടെന്ന് അവളുടെ കാല് തെറ്റി നേരെ താഴേക്ക് വീണു. ആ വീഴ്ചയിൽ അവളുടെ കാലിന്റെ മുട്ടിന് ചെറിയൊരു പരിക്കും പറ്റി. എങ്കിലും അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്ന് നായികയ്ക്ക് മെയിലയക്കാൻ തുടങ്ങി. ആ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അവൾ നായികയോട് പറഞ്ഞു കൊടുത്തു. ഞാൻ ആ മലയിൽ നിന്ന് ഇറങ്ങാൻ നേരം എന്റെ കാൽമുട്ടിന് ചെറിയൊരു മുറിവ് പറ്റി. അതിന് എന്ത് തരത്തിലുള്ള മെഡിസിനാ വേണ്ടതെന്ന് അവൾ നായികയോട് ചോദിച്ചു. അത് കേട്ടതും നായിക പെട്ടെന്ന് അവിടെയെല്ലാം ചെക്ക് ചെയ്തിട്ട് കാലിലിടേണ്ടത് എന്ത് മരുന്നാണെന്ന് നിമ്മിന് പറഞ്ഞു കൊടുത്തു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? എന്നാൽ നിം ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് അവളുടെ കഥയിലെ ഒറിജിനൽ അലക്സോവർ ആണ് അവൾക്ക് മെയിൽ അയക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അലക്സോവർ അവളുടെ കൂടെ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവൾ വന്ന മെയിലിന് തിരിച്ചു മറുപടി അയക്കാൻ തുടങ്ങി. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എന്റെ അച്ഛൻ തിരിച്ചു വന്നാൽ മാത്രം മതി, എന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. എന്നാൽ ഈ മെയിൽ വായിച്ചത് നായിക ആകെ ഞെട്ടിപ്പോയി. ജാക്ക് നിന്റെ അച്ഛനായിരുന്നു. അപ്പോൾ നീ ആ ഐലൻഡിൽ ഒറ്റയ്ക്കാണ് ഉള്ളത്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നീ എനിക്ക് അയക്കി. ആ മെയിൽ വായിച്ചത് നിമ്മ് അവൾക്ക് മറുപടി അയച്ചു. എന്നിട്ട് അവൾ നേരെ കടൽക്കരയിൽ പോയിരുന്ന് അവളുടെ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു കപ്പൽ വരുന്നത് അവൾ കാണുന്നത്. അത് കണ്ടതും അവൾ ഓടിപ്പോയി ഒരു തെങ്ങിന് മുകളിൽ കയറി നിന്ന് ആരാ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് നോക്കുവാണ്. എന്നിട്ട് ആ കപ്പലിൽ നിന്ന് കുറച്ച് ആൾക്കാർ ബോട്ടിൽ ആ ഐലൻഡിലേക്ക് വന്നിറങ്ങി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു സൂപ്പർ ഐലൻഡ് നമുക്ക് കിട്ടി. ഇനി മുതൽ ഈ ഐലൻഡ് എനിക്ക് സ്വന്തം. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന് നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം. എന്നാൽ ഇവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിം ആ തെങ്ങിന് മുകളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും അവരൊക്കെ തിരിച്ചുപോയി. 2 ദിവസത്തിനുള്ളിൽ ഇവർ തിരിച്ചു വരുമെന്ന് മനസ്സിലായ നിം നേരെ വീട്ടിലേക്ക് ഓടിപ്പോയി വീണ്ടും അവളുടെ അച്ഛനെ കോൾ ചെയ്യാനെ ട്രൈ ചെയ്യുവാണ്. എന്നാൽ അവൾ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും കോൾ കണക്ട് ആയില്ല. അപ്പോഴാണ് അവൾക്ക് വന്ന മെയില് അവൾ വായിക്കുന്നത്. അതെ, ജാക്ക് എന്റെ അച്ഛനാണ്. എനിക്ക് വെറും 11 വയസ്സേ ഉള്ളൂ. കടലിലേക്ക് പോയ എന്റെ അച്ഛൻ 4 ദിവസമായിട്ടും ഇതുവരെ തിരിച്ചു വന്നില്ല. എന്റെ കാലിലുള്ള ആ ഒരു മുറിവും ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുക. അത് മാത്രവുമല്ല, 2 ദിവസത്തിനുള്ളിൽ ഞാനിരിക്കുന്ന ഈ ദ്വീപ് കൈയടക്കാനായി കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ മെയിൽ വായിച്ചത് നായിക ആകെ ഷോക്കായി. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് നായിക അവളോട് ചോദിച്ചു. എന്നാൽ നീ ഇപ്പോഴും വിചാരിക്കുന്നത് അവൾക്ക് മെസ്സേജ് അയക്കുന്നത് അലക്സോവർ ആണെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ രക്ഷിക്കുക അലക്സോവർ എന്ന് അവൾ തിരിച്ചു മെയിൽ അയച്ചു. എന്നാൽ ഇത് വായിച്ച നായികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയുമില്ല. അപ്പോഴാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഇമാജിനറി ക്യാരക്ടറായ അലക്സോവർ പറയുന്നത്, ആ കുട്ടി ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നായിക ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ച് ഒരു പെൺകുട്ടി ഐലൻഡിൽ ഒറ്റപ്പെട്ട് കിടക്കുവാണെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ടതും പോലീസിന് അവരെ സഹായിക്കാനാകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ നിമ്മിന് മെയിൽ അയച്ചു. നിന്റെ ഐലൻഡ് എവിടെയാണുള്ളതെന്ന് എനിക്ക് ലൊക്കേഷൻ അയക്കി, ഞാൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്താം. എന്നാൽ ഈ മെയിൽ വായിച്ച നിമ്മിന് ഒരുപാട് സന്തോഷമായി. കാരണം അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ഹീറോ വന്ന് അവളെ രക്ഷിക്കാൻ പോകുവാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ വരാമെന്ന് പറഞ്ഞെങ്കിലും എങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് നായികയ്ക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് പോകാനായി അവൾ ഒരു ടാക്സി വിളിച്ചു വരുത്തി. 4 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പതിയെ ഡോറ് തുറന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതും അവൾക്ക് പിന്നെയും എന്തോ പേടി തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് അലക്സോവർ ക്യാരക്ടർ വന്ന് കൈനീട്ടി അവളെ പുറത്തേക്ക് വിളിക്കുവാണ്. ഏയ്, ഞാനില്ല, എന്റെ മനസ്സ് മാറ്റി, ഞാൻ പോകുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നീ ഇനി ഒരിക്കലും പുറത്തിറങ്ങില്ലെന്നും പറഞ്ഞ് അലക്സോവർ അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കാനായി നോക്കുവാണ്. എന്നാൽ നായിക ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞ് വീട്ടിനകത്തേക്ക് തിരിച്ചു പോകാനായി ശ്രമിക്കുവാണ്. എന്നാൽ വെളിയിൽ നിൽക്കുന്ന ടാക്സി ഡ്രൈവർ നോക്കിയപ്പെടുത്ത നായിക അവിടെ ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെ കാണിക്കുന്നു, ഇവർക്കെന്താ ഭ്രാന്താണോ എന്നും പറഞ്ഞ് ആ ടാക്സി ഡ്രൈവർ ഉറക്കെ ഹോൺ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം അലക്സോവർ അവളെ വലിച്ചുകൊണ്ടുവന്ന് ടാക്സിയിൽ കയറ്റി. എന്നാൽ ഇതേ സമയം നിമ്മവിടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് വായിച്ച് അവിടെയെല്ലാം ട്രാപ്പ് സെറ്റ് ചെയ്യാനായി പോകുവാണ്. കാരണം 2 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചു വരുമെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ അവൾ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗലീലി അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ടൂൾസും എടുത്തുകൊണ്ട് അവിടുന്ന് പറന്നു പോകുന്നത്. എന്നിട്ട് അവൻ ആ ടൂൾസ് കടലിന്റെ നടുക്ക് ബോട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന നായകന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇതേ സമയം നായിക ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് നിമ്മിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. എന്നാൽ അന്ന് രാത്രിയേതും നിമ്മിനൊട്ടും ഉറക്കം വന്നതേ ഇല്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും വരും. പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അലക്സോവർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അവൻ വന്ന് നമ്മളെ എല്ലാരും രക്ഷിക്കുമെന്ന് അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി ഒരു കപ്പലിൽ നിറയെ ഒരുപാട് ആൾക്കാർ നിമ്മിന്റെ ഐലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട നിം സെൽക്കിയോട് പറഞ്ഞു അവരെല്ലാവരും
എത്തിക്കഴിഞ്ഞു, നമുക്ക് നമ്മുടെ പ്ലാൻ തുടങ്ങേണ്ട സമയമായി. അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം ആ കപ്പലിൽ എഡ്ഡി എന്ന് പേരുള്ള ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവൻ ബൈനോക്കുലർ എടുത്ത് ആ ഐലൻഡിലേക്ക് നോക്കിയപ്പോഴാണ് അവനെ കാഴ്ച കാണുന്നത്. നിം സെൽക്കിയുടെ മുകളിലിരുന്ന് അതുവഴി നീന്തി വരുന്നു. എന്നാൽ ഇത് കണ്ട എഡ്ഡി മത്സ്യകന്യക എന്നും പറഞ്ഞ് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ നായിക വന്നുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് ലാൻഡായി. ഇനി ഒരു ബോട്ട് പിടിച്ചു വേണം നിമ്മിന്റെ ഐലൻഡിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടും വിളിച്ച് നേരെ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ കപ്പലിൽ വന്നുകൊണ്ടിരുന്ന എല്ലാവരും ഒരു ബോട്ടിൽ കയറി ആ ദ്വീപിൽ വന്നിറങ്ങി. സമ്മർ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് നിമ്മ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കൈതെറ്റി അവൾ നോക്കിക്കൊണ്ടിരുന്ന ബൈനോക്കുലർ താഴേക്ക് വീഴുന്നത്. എന്നാൽ ഈ ഒരു സൗണ്ട് എഡ്ഡി കേട്ടു. നേരെ അവൻ സൗണ്ട് കേട്ട ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുവാണ്. എന്നാൽ അവൻ ആ ബൈനോക്കുലറിന്റെ അടുത്തെത്തിയതും മരത്തിന് മുകളിലിരുന്ന ഫ്രെഡ് നേരെ എഡ്ഡിയുടെ മുകളിലേക്ക് ചാടി. ഉറക്ക നിലവിളിച്ചുകൊണ്ട് എഡ്ഡി ഫ്രെഡിനെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് പേടിച്ചോടിപ്പോയി. എന്നിട്ട് അവൾ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഫ്രെഡിനോട് പറഞ്ഞു, പ്ലാൻ ബിക്കുള്ള സമയമായി, വേഗം പോയി നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് വാ. അത് കേട്ടതും ഫ്രെഡ് ഉറക്കെ സൗണ്ട് ഉണ്ടാക്കി. അവന്റെ സൗണ്ട് കേട്ടതും ആ കാട്ടിലുണ്ടായിരുന്ന പല്ലി ഇനത്തിൽപ്പെട്ട എല്ലാ ജീവികളും അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. നിമ്മ നേരത്തെ കുറെ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിലൊന്നിൽ ഫ്രെഡിനെ ഇരുത്തിയിട്ട് അവൾ ആ കയറ് കട്ട് ചെയ്ത് വിട്ടതും ഫ്രെഡ് എയറിലൂടെ പറന്നു ചെന്ന് അവിടെ കടൽക്കരയിൽ നിന്ന് ഒരാളുടെ മുഖത്തേക്ക് വന്നു വീണു. അതോടെ അയാൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും നിമ്മ് വേറെയും കുറെ ജീവികളെ എടുത്ത് ആ ട്രാപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ റോപ്പ് കട്ട് ചെയ്ത് വിട്ടതും അത് പറന്നു ചെന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി. ഓരോ ജീവികൾ ഇങ്ങനെ ആകാശത്തോടെ പറന്നു വരുന്നത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. എന്നാൽ ആ കപ്പലിലെ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ആളുകളും കൂടി ഒരു തീപ്പന്തം കത്തിച്ച് ഫ്രെഡിനെയും അവന്റെ ഫ്രണ്ട്സിനെയും അവിടുന്ന് ഓടിച്ചു വിട്ടു. എന്നിട്ട് അവരെല്ലാവരും വീണ്ടും അവരുടെ സെലിബ്രേഷൻ തുടങ്ങി. അതോടെ നിമ്മിന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു. പെട്ടെന്നാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. ഒന്നും ചിന്തിക്കാതെ അവൾ നേരെ ആ അഗ്നി പർവ്വതത്തിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ ഇവൾ ഓടിപ്പോകുന്നത് ആ എഡ്ഡി എന്ന് പറയുന്ന പയ്യൻ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും അവളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഇതേ സമയം നായിക അവിടെ ഒരു ബോട്ടിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശക്തമായ മഴയും കാറ്റും വരുന്നത് ആ ബോട്ട് ഓടിക്കുന്നയാൾ കണ്ടത്. ഇതിൽ കൂടുതൽ എനിക്കിനി വരാൻ പറ്റില്ല, നല്ല കാറ്റും മഴയും വരുന്നുണ്ട്, ഇപ്പോൾ പോയില്ലെങ്കിൽ എനിക്കിനി ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ ഇറക്കി വിടുക. ദേ ആ കാണുന്ന ഐലൻഡ് കണ്ടോ, അവിടെ ഒരുത്തുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അവനോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് അവൻ നിങ്ങളെ എത്തിക്കും. അത്രയും പറഞ്ഞ് നായികയെ വെള്ളത്തിൽ ഇറക്കി വിട്ടിട്ട് അയാൾ അവിടുന്ന് തിരിച്ചുപോയി. എന്നാൽ ഇതേ സമയം നിമ്മയുടെ അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് അവിടെ വിറകെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിൽ നിന്ന് വന്ന പുക അവൾ ഊതി ഊതി വലുതാക്കി വിട്ടു. എന്നാൽ താഴെ നിന്നവർ നോക്കിയപ്പോഴ അഗ്നിപർവ്വതത്തിൽ നിന്ന് വലിയൊരു പുക വരുന്നു. അവര് വിചാരിച്ചത് അത് പൊട്ടാൻ പോകുവാണെന്ന്. സത്യത്തിൽ നിമ്മിന്റെ പ്ലാനും അത് തന്നെയായിരുന്നു. കറക്റ്റ് സമയത്താണ് നിം അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് വലിയ പാറകൾ താഴേക്ക് തള്ളിയിടുന്നത്. അതും കൂടി കണ്ടതും എല്ലാവരും പേടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാനായി ശ്രമിക്കുവാണ്. എന്നാൽ എഡ്ഡിയെ മാത്രം കാണുന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ ഉറക്കെ വിളിക്കുവാണ്. എന്നാൽ ഇതേ സമയം പ്ലാൻ സക്സസ് ആയെന്ന് അറിഞ്ഞതും നിമ്മ് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് അവൾ വഴിയിൽ വെച്ച് എഡ്ഡിയെ കാണുന്നത്. നീ ആരാ, ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഈ ദ്വീപ് വളരെ അപകടം പിടിച്ചതാണ്, നീ ഞങ്ങളുടെ കൂടെ വായെന്ന് എഡ്ഡി അവളോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടത് നിം പറഞ്ഞു, ഈ ദ്വീപ് നിങ്ങൾക്കാണ് അപകടം പിടിച്ചത്, എനിക്ക് ഇതെന്റെ വീടാണ്, അതുകൊണ്ട് നിങ്ങളാണ് ഇവിടുന്ന് പോകേണ്ടത്. അത്രയും പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ എഡ്ഡി അവിടുന്ന് ഓടിപ്പോയി അവളുടെ അമ്മയുടെ കൂടെ ചേർന്ന് കപ്പലിൽ കയറി അവിടുന്ന് തിരിച്ചുപോയി. അങ്ങനെ നിമ്മ വിചാരിച്ചതുപോലെ എല്ലാവരെയും അവിടുന്ന് ഓടിച്ചു വിട്ടു. അപ്പോഴാണ് അവളെ കാഴ്ച കാണുന്നത്. വലിയൊരു ചുഴലിക്കാറ്റ് കടലിലൂടെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഇവിടെ നായിക ഒരു ഹെലികോപ്റ്ററിൽ ആ ഐലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റ് കാരണം ആ പൈലറ്റിന് ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മേഡം, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ലാൻഡ് ചെയ്യണം. അപ്പോഴാണ് ഒരു കപ്പൽ പോകുന്നത് അവർ കാണുന്നത്. ഒന്നും ചിന്തിക്കാതെ ആ പൈലറ്റ് നേരെ ഹെലികോപ്റ്റർ ആ കപ്പലിൽ ഇറക്കി. സത്യത്തിൽ ആ കപ്പൽ ഏതാണെന്ന് വെച്ചാൽ നിമ്മിന്റെ ഐലൻഡിൽ വന്ന് തിരിച്ചുപോയ ആ കപ്പലായിരുന്നു അത്. അങ്ങനെ ആ കപ്പലിലെ ക്യാപ്റ്റൻ നായികയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇവിടെ അടുത്തുള്ള ഒരു ദ്വീപിൽ ഒരു പെൺകുട്ടി ആകെ ഒറ്റപ്പെട്ട് കിടക്കുവാണ്. അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേട്ടതും ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആ ഒരു ഐലൻഡിൽ പോയിട്ടാ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ആരും ആ ഐലൻഡിൽ ഇല്ല. അത്രയും പറഞ്ഞ് ക്യാപ്റ്റൻ അവിടുന്ന് പോയതും ആ എഡ്ഡി എന്ന് പറയുന്ന പയ്യൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് അവളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ആ ഐലൻഡിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഞാൻ അവളെ കണ്ടതാ. അതും കൂടി കേട്ടതും നായിക ഒന്നും ചിന്തിച്ചില്ല. ആ കപ്പലിലുണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് ആരും അറിയാതെ മോഷ്ടിച്ചെടുത്ത് വെള്ളത്തിലിറങ്ങി അവൾ ഐലൻഡിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം നിം അവളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ആരോ ഉറക്കെ നിലവിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. അവളുടെ അച്ഛൻ തിരിച്ചു വന്നതാണെന്ന് കരുതി അവൾ ഓടി കടൽക്കരയിലേക്ക് ചെന്നപ്പോഴുതാ ആരോ ഒരാൾ ബോട്ടിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിം സെൽക്കിയുടെ മുകളിൽ കയറിയിരുന്ന് കടലിലൂടെ നീന്തി ആ ബോട്ടിനടുത്തേക്ക് ചെന്നു. എന്നാൽ ആ ബോട്ടിൽ വന്നുകൊണ്ടിരുന്നത് മറ്റാരുമല്ല, അത് നായികയായിരുന്നു. പെട്ടെന്നാണ് വലിയൊരു തിരമാലയടിച്ച് അവൾ തെറിച്ച് വെള്ളത്തിലേക്ക് വീഴുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ നിം
അങ്ങോട്ടേക്കെത്തി അവളെയും രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. കരയിലെത്തിയതും നിം ചോദിച്ചു, ആരാ നിങ്ങൾ? നീ എന്ന് മെയിൽ അയക്കുന്ന ആ അലക്സ് ഓവർ ഞാനാണെന്ന് നായിക മറുപടി കൊടുത്തു. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അലക്സ് ഓവർ ആണെന്നോ? അതിന് യാതൊരു ചാൻസും ഇല്ല, കാരണം അയാൾ ഒരു സൂപ്പർ ഹീറോയാണ്. അത് കേട്ടത് നായിക പറഞ്ഞു, എന്റെ പേര് അലക്സാണ്ടർ ഓവർ എന്നാണ്. അലക്സ് ഓവറിന്റെ കഥകൾ എഴുതുന്ന ആ ഒരു റൈറ്റർ ഞാനാണെന്നും നായിക നിമ്മിനോട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടതും നിമ്മിനാകെ ദേഷ്യം വന്നു. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് ഞങ്ങളുടെ ഐലൻഡാണ്. ഞങ്ങളല്ലാതെ വേറെ ആരും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകാൻ നോക്ക്. അലക്സ് ഓവർ വന്ന് എന്റെ അച്ഛനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ വിശ്വാസം മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കി. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാണണ്ട, നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അവിടുന്ന് നടന്നുപോയി. നീ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അവൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ അവളുടെ പിന്നാലെ പോയെന്ന് നായികയുടെ പിറകിൽ നിന്നുകൊണ്ട് അലക്സ് പറഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണം നീയാണ്. വെറുതെ സമാധാനമായി വീട്ടിലിരുന്ന എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീയാണ്. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട ഇവിടെ വന്നതെന്നറിയാമോ? എന്നിട്ടും അവൾ എന്നെ ഒരു മനുഷ്യനായി കാണാൻ പോലും തയ്യാറായില്ല. ഇതെല്ലാം കേട്ടതും അലക്സ് ഓവർ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. പക്ഷേ ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കിക്കോ, ആ പെൺകുട്ടിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്തായാലും ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുകയാണെന്നും പറഞ്ഞ് നായികയുടെ ദേഷ്യപ്പെട്ടവൻ കടലിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ സമയം രാത്രിയായി. പേടിച്ചു വിറച്ച് നായിക കാട്ടിലൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എന്നാൽ പെട്ടെന്നാണ് നിമ്മിന്റെ മനസ്സലിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ രണ്ടുപേരും ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് പരസ്പരം നല്ലപോലെ മനസ്സിലാക്കി. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. നിമ്മിനിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവളുടെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നായിക വന്ന് അവളോട് കാര്യം ചോദിച്ചു. എന്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ തിരിച്ചു വരേണ്ട സമയമായി. എനിക്കറിയാം എന്റെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അതുകൊണ്ട് നിമ്മ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തി. നീ പേടിക്കേണ്ട, നീ ഇനി ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഇനി എന്നും ഞാനുണ്ടാകും. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. പെട്ടെന്നാണ് ഗലീലിയോ വലിയൊരു സൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് പറന്നു വരുന്നത്. ആ സൗണ്ട് കേട്ടതും നിമ്മ അങ്ങോട്ടേക്ക് നോക്കിപ്പെടുത്ത കയ്യിൽ കിട്ടിയ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു ബോട്ടുണ്ടാക്കി നായകൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ അച്ഛൻ തിരിച്ചു വരുന്നത് കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഓടി ചെന്നവൾ അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് നായിക അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത്. അത് കണ്ടതും നായകൻ ചോദിച്ചു, ആരാ നിങ്ങള്? എന്റെ പേര് അലക്സ് ഓവർ എന്നാണെന്ന് നായിക മറുപടി കൊടുത്തു. എന്നാൽ അത് കേട്ടതും നായകൻ വിശ്വസിച്ചില്ല. എന്ത്, നിങ്ങൾ അലക്സ് ഓവർ എന്നോ? അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ. അത് കേട്ടത് നിമ്മ് നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അതോടെ അയാൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. ഈ സിനിമയ്ക്ക് ഇനി ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവര് വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ടിട്ട് പാർട്ട് 2 എന്ന് കമന്റ് ഇടുക.